ചെറിയൊരു സംശയം. രാത്രി ഭക്ഷണത്തിന് ശേഷം ഒരു പഴം കഴിക്കുന്നത് നല്ലതല്ലേ? ആണ്. അതുകൊണ്ട് ആണോ രമേശ് ചേട്ടന്റെ ഷർട്ടിൽ പഴത്തിന്റെ ഡിസൈൻ എന്ന്? പഴകിയ ഷർട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പഴമുള്ള ഷർട്ട് ഇപ്പോഴാണെന്നത്. എടാ ഇതൊക്കെ അത്യാവശ്യം നല്ല ഷർട്ടാ. ആണ്, ഞാൻ അത് സംശയം കൊണ്ട് ചോദിച്ചല്ലേ. ക്ഷീരമുള്ള ഒരു അകട്ടും ചവിട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ഇവൻ ഇവിടെ എന്റെ ഷർട്ടിലെ പഴവും നോക്കി ഇരിക്കുക. പഴത്തോടൊരു താല്പര്യം അല്ലെങ്കിലും വാഴയ്ക്ക് പഴത്തിനോട് മാത്രമേ താല്പര്യം ഉണ്ടാവുള്ളൂ. അല്ലെ, വേറൊരു പ്രത്യേകം തോന്നില്ല. ഇത്രയും വലിയ മീശയും വെച്ചിട്ട് ഒരു പഴം തരുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചേട്ടാ, ചേട്ടൻ സ്റ്റേജിൽ ഒരുപാട് ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ് പാഷാണം ഷാജി എന്ന് പറയുന്നത്. അതിപ്പോ സ്റ്റേജിൽ വന്നാലും ഒരുപാട് പ്രഷർ കാണാൻ ആഗ്രഹിക്കുന്നതാണ്. മനഃപൂർവ്വം ആ ക്യാരക്ടർ ഇപ്പൊ ചെയ്യാത്തതാണോ? നമ്മള് ഒന്ന് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ അത് ചെയ്യിക്കാത്ത രീതിയിൽ പോകും, അത്രേ ഉള്ളൂ. അവരുടെ മനസ്സിൽ നല്ലൊരു ഇഷ്ടത്തിൽ നിൽക്കണം. അതെന്റെ വീട്ടിലുണ്ട്. അത് ഇപ്പൊ ഞാൻ സൂക്ഷിച്ചു വെച്ചത്. ആ ഷർട്ടാണ് എന്നെ ഇവിടെ എത്തിച്ചതെന്ന് ഇവിടെ നിർത്തിയതുമല്ല. ഒരു സ്കൂളിൽ ഫംഗ്ഷന് പോയി ഞാൻ. അപ്പൊ ഇവനും ഉണ്ട് അതിനകത്ത് ഗസ്റ്റ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അപ്പൊ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അവിടെ നമുക്ക് സ്വാഗത പ്രസംഗം ഒക്കെ പറയുന്നത് അവിടുത്തെ കുട്ടികൾ തന്നെയാണ്. അപ്പൊ അവിടുത്തെ കുട്ടികൾക്ക് ആരോ ഗൂഗിളിൽ നിന്നൊക്കെ ടൈപ്പ് ചെയ്ത് എഴുതി കൊടുത്തിട്ട് we are happy to have such a wonderful artist with us, our beloved Ramesh Chetan and our Pashanetan. ഓൾറെഡി ഞാൻ ചിരിച്ചിട്ട് ഇത് എന്താ ഈ വന്നവനൊക്കെ സാജു എന്നുള്ള പേരെ പറയുന്നില്ല. പ്രിൻസിപ്പലൊക്കെ നെക്സ്റ്റ് അവർ സ്മോൾ ഫെലിസിറ്റേഷൻ പ്ലീസ് റിസീവ് എ മൊമെന്റോ മിസ്റ്റർ പാഷാണം. മിസ്റ്റർ പാഷാണം സാർ പ്ലീസ് കം ഓൺ ആൻഡ് പാഷാണം ടേക്ക് ദിസ് എന്നൊക്കെ പറഞ്ഞ് കംപ്ലീറ്റ് പാഷാണെന്ന് എഴുതിയ ഒരു മൊമെന്റോയും. അതിലെങ്കിൽ സാജു എന്ന് പറഞ്ഞ് ഞാനത് നോക്കിയപ്പോ അതിനകത്ത് ഫ്രണ്ട് താങ്ക് യു ഇന്ന സ്കൂളിന്റെ യൂത്ത് ഫെസ്റ്റിവൽ പാഷാണം സാർ. അതല്ലേ കേട്ടിട്ടുള്ളൂ. എന്നെ പൂമാല ഷാജി എന്ന് വിളിച്ചിട്ടുണ്ട്. ഈ പാഷാണം കിട്ടാഞ്ഞിട്ടേ പൂമാല കൂട്ടിയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് ഞാൻ പോയപ്പോ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു വെച്ചാൽ അദ്ദേഹം ഈ പാഷാണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ഷട്ടിൽ കോർട്ടിന്റെ ഇനാഗുറേഷനാ. പക്ഷേ എന്നെ കണ്ടു കഴിഞ്ഞിട്ട് ഈ മാറ്ററൊക്കെ മറന്നിട്ട് പിന്നെ എൻ്റെ കാര്യങ്ങൾ വെള്ളിമുങ്ങ സിനിമ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ എല്ലാം ഇത് പറഞ്ഞു. ഞാൻ അവസാനം ഞാൻ കേട്ടു പറഞ്ഞു സാറ് വന്ന മാറ്റർ ഇതൊന്നും അല്ലട്ടോ അത് പറഞ്ഞു. അപ്പൊ ഈ പാഷാണം എന്നുള്ള പേര് ഭയങ്കര എനിക്ക് ജീവിതത്തിൽ ഗുണം ചെയ്തേക്കണ ഒരു പേരുള്ളൂ. ഇത്രയും മാരകമായ ഒരു വാക്കേ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് അത് സ്നേഹത്തോടെ വിളിക്കാൻ പറ്റുന്നു, ചിരി വരുന്നു. അതൊരു വലിയ വിജയമാണ്. തീർച്ചയായിട്ടും.